മക്കളെ വീട് കണ്ടോക്കെ ഹജ്ജിൻ്റെ വേളയിലെ മുസല്ല ഓരോരുത്തർക്ക് കൊടുക്കുന്ന സമയത്ത് ആ മനുഷ്യനിങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക. പക്ഷെ അയാളെ കാണാത്തത് കൊണ്ട് അയാൾക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നിരാശനായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ ക്ലീനിങ് തൊഴിലാളി തനിക്ക് കിട്ടിയ മുസല്ല ആ മനുഷ്യന് കൊടുക്കുകയാണ്. അതാണ് മക്കളെ സ്നേഹം. ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഒരാളുടെ സങ്കടം കണ്ടാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നല്ലൊരു വീഡിയോ അല്ലേ മക്കളെ? വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ പൂജാപ്പിളെടുത്തേ തമാശ കളിക്കാൻ നോക്കിയതാണ്. പക്ഷെ പൂജാപ്പിളക്ക് അത്ര പിടിച്ചില്ല. മൂപ്പര് എണിച്ചിട്ട് തലങ്ങും മലങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മൂപ്പര് ഇനി ഒരു കളി കളിക്കില്ല. ഇവർ പെട്ടത് പുതിയെണ്ണാണ്. പുതിയെണ്ണ ആകെ പേടിച്ചിക്കണം. ഇനിയിപ്പോൾ എന്തുണ്ടാവും അറിയില്ല. കല്യാണം കഴിഞ്ഞ് പോയാലും മൂപ്പര് അവസ്ഥ എന്താണാവും. മക്കളെ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്കൊരു പക്ഷേ ചിരിയൊക്കെ വരും. പക്ഷെ നമ്മൾ ആണുങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ. കാരണം ഒരു കല്യാണം നടത്തി കൊണ്ടുപോകണമെങ്കിലേ ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ എങ്ങനെയും 10 റുപ്യ കിട്ടാച്ചെങ്കിലേ അത് ഉപകാരത്തിൽ പഠിക്കും. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ്, അല്ലാതെ ആക്രാന്തം ഉണ്ടായിട്ടല്ല കേട്ടോ. മക്കളെ വീഡിയോ ഉണ്ടോ ഞങ്ങൾ ഏതൊരു ഓഫീസിലേക്ക് ചെന്നപ്പോഴേ തൻ്റെ അമ്മനെ അവിടുത്തെ സ്റ്റാഫേ ചീത്ത പറയുകയും മുഖത്തടിക്കുകയും ചെയ്തപ്പോഴേ ആ വരവ് കണ്ടിന് മക്കളെ നിങ്ങൾ. അതാണ് പെറ്റമ്മയുടെ മുഖത്തേക്ക് കൈ മുന്തിച്ചു കഴിഞ്ഞാൽ അത് ഏതവനായാലും പിന്നെ ആ കൈ പൊക്കരുത്. അതാണ് ഹീറോയിസം. എങ്ങനെയുണ്ട്? പൊളിച്ചടക്കില്ലേ? ഒടുക്കൊരു ബിഗ് സല്യൂട്ട്. മക്കളെ വീഡിയോ കണ്ടോക്കെ നല്ല രസമുള്ളൊരു വീഡിയോ കേട്ടോ. മൂപ്പര് ആക്രാന്തം കൊണ്ട് ചെയ്തൊന്നുമല്ല കേട്ടോ, അറ്റൻഷൻ കൊണ്ട് മൂപ്പര് ചെയ്തു പോയതാണ്. എന്തായാലും നല്ല രസമുള്ളൊരു വീഡിയോ ആയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ജീവിതത്തിൽ ഈ ചിരി ഉണ്ടല്ലോ അത് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അല്ലേ മക്കളെ? ഇത് കണ്ടില്ല നിങ്ങൾ? ചില സമയങ്ങളിൽ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശരിയാണ്. പണിയെ പാലം കൊണ്ടൊക്കെ തരട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇനി എന്തിനാണ് പറ്റല്ലേ മക്കളെ? വീട് കണ്ടോക്കി നിങ്ങൾ? വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഒരു കള്ളനായി സാഹസികമായിട്ട് ഒരു പെണ്ണ് പരാജയപ്പെടുത്താണ്. ഇനി മേലാക്കം ആ കള്ളൻ എണീക്ക് തോന്നിയില്ല. പിള്ളേരെ തല്ലിയനേ പകരം ചോദിക്കാൻ പോയതാ മുപ്പിത്തേര്. ഈ നിലക്കാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു പിള്ളം കൂടി ഉണ്ടാകാൻ കഴിയില്ല. മൂപ്പർക്ക് അതിൻ്റെ ഒരു വിചാരം ഉണ്ടാ. മൂപ്പരാണെങ്കിൽ ആ പിടുത്തം വിടണില്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ?